ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണം കൂടി കഴിയുമ്പോൾ തുണി കുറയും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലേ? ഇപ്പം മിക്കവാറും ആളുകളിലും കണ്ടുവരുന്ന കാര്യമാണ്, പണം കൂടിയാൽ തുണിയുടെ അളവ് കുറയും. പിശുക്ക് പിടിക്കുന്നത് തുണിയുടെ അളവ് കുറച്ചിട്ട് തന്നെ ആവണോ? അകത്തോട്ട് വിടുന്നതിൻ്റെ അളവ് കുറച്ചാലും പൈസ സേവ് ചെയ്യാൻ പറ്റും. അതിന് തുണിയുടെ അളവ് തന്നെ കുറയ്ക്കണമെന്നില്ല. അപ്പോൾ സംഭവം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മറ്റാരെ കുറിച്ചിട്ടും അല്ല ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തൊരു കുഞ്ഞു മാലാഖ ഉണ്ടായിരുന്നു. ഒരു ക്ലൂ ആണേ, ഒരു കുഞ്ഞു മാലാഖ ഉണ്ടായിരുന്നു. മാലാഖ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി മീൻ വിറ്റു. മീൻ വിൽക്കുന്നത് കണ്ടപ്പോൾ കുറേ പേർക്ക് സങ്കടം വന്നു. അത്രയും ചെറിയ പ്രായത്തിൽ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മീനൊക്കെ വിറ്റിട്ട് പോകുന്നത് ആർക്കായാലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു വീഡിയോയും സംഭവങ്ങളൊക്കെ അന്ന് വന്നപ്പോൾ, സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നി. അന്ന് നമ്മുടെ ഗവൺമെൻറ് ആ കുട്ടിയെ നമ്മുടെ സ്വന്തം കുട്ടിയായിട്ട് ഏറ്റെടുത്തത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നി, സത്യം. പക്ഷേ അതൊക്കെ അങ്ങ് കഴിഞ്ഞു. പിന്നീട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കുട്ടിക്ക്. പിന്നെ കുറേ നാൾ കുട്ടി കിടപ്പിലായിരുന്നു. ആ ഒരു അവസ്ഥയൊക്കെ മാറി. പിന്നെ കുട്ടി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ നിന്ന് പോയി. ഇപ്പം കുട്ടിക്ക് തുണി കുറഞ്ഞു. ഇപ്പം കുട്ടിക്ക് തുണിയില്ല കേട്ടോ, തുണി കുറച്ചൊക്കെ ഉള്ളൂ. അതാണ് ആ കുട്ടിയിൽ വന്ന മാറ്റം. അപ്പോൾ ആ കുട്ടിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയും, ഓ എന്തിനാ വന്ന് ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന്. കുറ്റമല്ലടോ പറയുന്നത്. എന്നാലും പെൺകുട്ടികൾക്കൊക്കെ കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ വസ്ത്രം ധരിച്ച് നടക്കുന്നത്. എന്തായാലും നമുക്ക് ആ കുട്ടിയെ, ഞാൻ പറഞ്ഞത് വെറുതെ ആണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോ. വെഡിങ് ഒക്കെ ആറായോ? വെഡിങ് കരിയറാണ് പ്രധാനം. അതെന്തേലും ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ അതിനൊക്കെ ആലോചിക്കും. വെഡിങ് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഇപ്പൊ പൊതുവെ അങ്ങനെ താല്പര്യം കുറവാണോ വെഡിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക്? അങ്ങനെയല്ല, ഞാന് തൽക്കാലം അതിനൊക്കെ ഒരു പക്വത വരട്ടെ. വെഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ പക്വത മെച്യൂരിറ്റി ഒക്കെ വരാനുണ്ട്. എനിക്ക് വന്നിട്ടില്ല. പ്രൊജക്ട്സ് എന്തെങ്കിലും പുതിയത് അപ്കമിങ് ചെയ്യുന്നുണ്ടോ? പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? മൂവി അങ്ങനെ 1-2 പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ആയിട്ടില്ല. നെക്സ്റ്റ് ഓഗസ്റ്റ് ഒക്കെയാണ് അവർ പറയണത്. അനൗൺസ് ചെയ്യാറായിട്ടില്ലല്ലേ? ഇല്ല, ആയിട്ടില്ല. വെഡിങ് ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ എന്ന് പറഞ്ഞത്. ഈ ഒരു കുട്ടിക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൂടെ? ഇങ്ങനെ വസ്ത്രം ധരിച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തള്ളി വെച്ചിട്ട് നടക്കുമ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആ ഒരു ഭാഗത്ത് മാത്രമേ നോക്കുകയുള്ളൂ. ആരായാലും അവിടെ നോക്കുകയുള്ളൂ. അവിടെ മറ്റുള്ളവർ നോക്കണം എന്നുള്ള താല്പര്യം ഉള്ളത് കൊണ്ടല്ലേ അതൊക്കെ ഇങ്ങനെ തള്ളി കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഒതുക്കി വെച്ചാൽ എന്താണ് പ്രശ്നം? എന്ത് പാടേത്? ഈ ഇന്നത്തെ കാലത്തെ പെമ്പിള്ളേരൊക്കെ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പണം കൂടുമ്പോൾ വസ്ത്രത്തിൻ്റെ അളവ് കുറയുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഒരുപാട് പേരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബർമാർ, എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, വ്ളോഗൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരത്തികൾ, നമ്മുടെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ആ അമ്മച്ചിമാർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അമ്മച്ചിമാരതേ ഗുസ്തിക്കാരെ കണക്കൊരു കുട്ടി നിക്കറൊക്കെ എടുത്തിട്ട് എന്തോരം അപരാധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്നതെന്ന് അറിയാമോ? അതിലുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവരുടെ പേരാണ് ബിബിഷ ബിജു. അപ്പോൾ ബിബിഷ ബിജു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെയൊന്നും ഒരു മനുഷ്യരും വിമർശിക്കാൻ പാടില്ലെന്നേ. വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആളിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഇവരുടെയൊക്കെ രീതി. അപ്പോൾ ഉടനെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ആരാണോ വിമർശിക്കുന്നത് അവർ അതായത് ഒരു ബാഡ് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും ആ കമൻ്റ് ഇട്ട വ്യക്തിയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് വച്ചിട്ട് അവരെ നാറ്റിക്കുന്നു പറയുക, അവരെ വിമർശിക്കുക. അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഫാമിലിയുടെ മൊത്തം ഫോട്ടോ ഉണ്ടല്ലോ,
ആ അപ്പം ഇത് ഞാൻ പോസ്റ്റ് ഇടട്ടെ, ഞാൻ പോസ്റ്റ് ഇട്ട് വൈറലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരെ പോലും ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതാണ് അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? ഇവളുമാരല്ലേ. മെമ്പർഷിപ്പ് ലൈവ്, തേങ്ങ, ചക്ക, ചുക്ക എന്ന് പറഞ്ഞ കണക്ക് നേരാമണ്ണം വസ്ത്രം കൊടുക്കൂല കളവികൾ. അതാണ് കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഒതുങ്ങണം. ഇവളുമാരെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവളുമാരൊക്കെ ഈ എന്താ പറയുന്നത്, മൂടും അതുപോലെ തന്നെ അതും ഒക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ടീംസുകളാണ്. പക്ഷേ അവരുടെ കുറ്റങ്ങളൊന്നും പറയാൻ പാടില്ല. ഇതിനൊക്കെ ക്യാമറ പിടിക്കുന്നത് കുറേ അച്ചിക്കോന്തന്മാരായിട്ടുള്ള കുറേ കൊണേശന്മാരുണ്ട്. ഇവന്മാരാണ് ഇവളുമാർക്കൊക്കെ ക്യാമറ പിടിക്കാനായിട്ട് നടക്കുന്നത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവളുമാരൊക്കെ പടക്കം പോലെ പൊട്ടും. പക്ഷെ പറയാൻ പാടില്ല, പറഞ്ഞാൽ താങ്ങൂല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മോ, പിന്നീട് ആ കുടുംബം വരെ കുളം തോണ്ടും. അതാണ് ഇവളുമാരുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ. വിമർശിക്കാൻ പാടില്ല, പക്ഷേ വിമർശിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കും. മെമ്പർഷിപ്പ് ലൈവ്, കുമ്പർഷിപ്പ് ലൈവ്, രാത്രി ആകുമ്പോഴത്തേക്ക് ആളുകളെ ഉറങ്ങാൻ സമ്മതിക്കില്ല ആൺപിള്ളേരെ. മെമ്പർഷിപ്പ് ലൈവ്. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈംഗിക ദാരിദ്ര്യമുള്ള കുറേ അമ്മമാരുണ്ട്. ഇവളുമാരെയൊക്കെ ഈ ഒലിപ്പീരും കണ്ട് ഇങ്ങനെ വായി നോക്കിയിരിക്കാനായിട്ട്. അപ്പം അതൊക്കെയാണ് അവരാഗ്രഹിക്കുന്നതും, പൈസ ഉണ്ടാക്കുക. എന്നാൽ ഇവന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ തിന്നേണ്ട, നമ്മുടെ ഭാര്യമാർ തിന്നേണ്ട, നമ്മുടെ അമ്മ തിന്നേണ്ട, നമ്മുടെ വീട്ടിൽ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കേണ്ട പൈസകളാണ് ഈ രാത്രി വിരിയുന്ന ഡാഷ് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കളയുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത നാറികളാണ് ഇവന്മാർ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിയുമ്പോൾ ദേ നമ്മളെ അമ്മച്ചിയാക്കും, അമ്മായിയാക്കും, അമ്മൂമ്മയാക്കും. നോ പ്രോബ്ലം, എന്താക്കിയാലും ഒരു വിഷയമില്ല. 10-20 വയസ്സുള്ളൊരു മകളുടെയും 18 വയസ്സുള്ളൊരു മകൻ്റെയും അമ്മ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് അമ്മച്ചിന്ന് വിളിച്ചാലും അമ്മായിന്ന് വിളിച്ചാലൊന്നും ഒരു വിഷയമില്ല. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ മാന്യമായിട്ട് വരത്തുള്ളൂ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചാൽ അതിനപ്പുറം പച്ചത്തെറി ഞാൻ എഴുതിയിടും. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.